വിമർശനങ്ങളെ എന്താ പറയുക, നല്ല വിമർശനങ്ങളെ തീർച്ചയായിട്ടും സ്വീകരിക്കാൻ കലാകാരന്മാർ തയ്യാറാണ്. അതാണ് ഉദ്ദേശം. അതിനകത്ത് ഒരു മാറ്റമില്ല. സാറേ, വിമർശിക്കുന്നവർക്ക് എന്നും വിമർശനം തന്നെയാ. പക്ഷെ ഞങ്ങൾ മുന്നോട്ട് തന്നെ, അത്രേ ഉള്ളൂ. അല്ല കുറ്റം പറയുന്നവര് നമ്മളെ ഒരു നല്ലത് ചെയ്താലും അതിന്റെ ഇടയിൽ കുറ്റം കണ്ടുപിടിക്കുന്നവരുണ്ട്. പക്ഷെ കുറ്റപ്പെടുത്തട്ടെ, കുറ്റപ്പെടുത്തൽ ഞങ്ങൾക്ക് ഓരോ പ്രോത്സാഹനമാണ്. ഞാൻ എനിക്ക് സംശയം ചോദിക്കട്ടെ, അദ്ദേഹം സീരിയലിൽ അഭിനയിക്കുന്ന ആളല്ലേ? ഞാനൊരു കാര്യം ചോദിക്കാം. ഒരു സീരിയല് വിജയിക്കുന്നു, ഒരു സീരിയലിലെ കഥ, നല്ലൊരു കുടുംബം, അച്ഛൻ അമ്മ സമാധാനമായിട്ട് കഴിഞ്ഞു പോകുന്നു, സീരിയല് വിജയിക്കുവോ? ആ സീരിയല് അതിന് എപ്പിസോഡ് എവിടെ നിന്നുണ്ടാക്കും? അവിടെ ഒരു വഴക്കും വക്കാണവും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുള്ളൂ. അറിയല്ലേ എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു വിമർശനം ഉണ്ടെങ്കിലേ, ചെറിയൊരു വിമർശനം, ആ വിമർശനത്തെ നിങ്ങള് നല്ല രീതിയിൽ എടുക്കണം. നിങ്ങളെ ഇല്ലാതാക്കുന്ന വിമർശനം അല്ല, നിങ്ങൾ കുറച്ചുകൂടി ഞങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെ അത് തന്നെയാണ്. അദ്ദേഹം ഇത് നന്നാക്കാൻ വേണ്ടിയാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. തമ്മിൽ നന്നാക്കാൻ വേണ്ടി ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയതാ. അദ്ദേഹത്തെ നന്നാക്കാൻ വേണ്ടിയാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെ, ഇദ്ദേഹം കൂടി നന്നാകണോ? അല്ല, ഞാൻ ഇവരെ നന്നാവാൻ നോക്കുന്നു, അദ്ദേഹം എന്നെ നന്നാക്കാൻ നോക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് പരസ്പരം നന്നാക്കണം. ഏറ്റവും പെർഫെക്റ്റ് ആണ് മാത്രം പറയുന്നത്. വൃതാവിലാവുന്ന ഒരു പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഞാൻ ശ്രമിക്കാൻ പോവാണ്. ഇദ്ദേഹത്തിന് നേരെയാക്കാൻ പോവാണ്. ഇദ്ദേഹത്തിന് നേരെയാക്കാൻ പോവാ. ഇത്രയും ആൾക്കാരുടെ മനസ്സ് എന്താ പറയാ, ഞാൻ വിചാരിച്ചു എന്താ ഈ സംഭവം എന്ന് ആലോചിച്ചു പോയി. മിമിക്രിക്കാരുടെ കൂമ്പ് നുള്ളണ രീതിയിലാണ് സംസാരിച്ചത്. കൂമ്പ് നുള്ളിക്കളയണം. എന്റെ അമ്മു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.